വെൽക്കം ടു പുതിയ ദിവസം. ഇന്ന് ഞാൻ ഈ മണലാരണത്തിൽ കാലുകുത്തിയില്ലേ കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ മണൽ കൂടെ കുറച്ച് തല കുത്തി മറിഞ്ഞ് കളിച്ച ഈ പാകിസ്ഥാൻകാരാണ് ഡ്രൈവർ. ഇപ്പം ഇരിക്കണം നോക്കണ്ട, ഇപ്പം കുറച്ച് സീനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ഇന്റെ അമ്മേ, ആ ചങ്ങയാണ് ചെറുകോടലും വൻകോടലൊക്കെ പാടെ കോഴിക്കോടലാക്കി തന്നും ചെയ്തേക്കണം. ഇനി നമുക്ക് ഒട്ടകപ്പുറത്ത് കയറാം. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. അളിയനും പെങ്ങളും ആദ്യം തന്നെ ഒരു ഒട്ടകത്തുമ്പോ കയറി രജിസ്റ്റർ ചെയ്തിട്ടാണ് സവാരി തുടങ്ങിയിരിക്കണേ. ഇത് നടക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിക്കൂടെ ഒരു സാധനമാണ് പോവുക. ഇനിയിപ്പോ ഈ സ്കേറ്റിംഗ് ബോർഡ് മരുന്നുണ്ടാക്കുന്ന സാധനം എന്താ അറിയോ? ബാ കാണിച്ചരാ. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ വെച്ചാൽ മണലല്ലേ സുഖമല്ലേ, സുഖമായിട്ട് കീഞ്ഞു പോകൂലേ എന്ന്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. പക്ഷെ മോനെ, പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വേണം. കണ്ടോ, ഞാൻ പ്രോ ആയി. പിന്നെ അന്നെക്കാട്ടിയും പ്രോ ഒക്കെ എനിക്ക് പോകാൻ വെക്കുന്ന പറഞ്ഞ വലിയ ഡയലോഗ് അടിച്ച് എന്റെ അളിയായ്മ കയറുന്നത് അളിയനും ഞങ്ങൾക്ക് ഓർമ്മ ഉള്ളൂ. അങ്ങനെ ബുഗലൊക്കെ കഴിഞ്ഞ് തിന്നാൻ കുറച്ച് സ്റ്റാർട്ടറും കിട്ടിയപ്പോഴാണ് അവിടെ പാവാടക്കളി തുടങ്ങിയത്. എന്താ അറിയില്ല, പാവാടക്കളി കണ്ടപ്പോ എനിക്കും വട്ടം കറങ്ങാൻ ഒരു ബുദ്ധി. ഞാൻ കയറി ചെന്നു സ്റ്റേജിക്ക്. ചെന്ന പാടെ തന്നെ പൊന്നാട അണിച്ചാൽ എനിക്ക് പാവാട ഇട്ടെന്ന്. നല്ല രസമുണ്ടല്ലോ എനിക്ക് പാവാട ഇട്ടിട്ട്. ഇപ്പൊ ഒരു സിൽക്ക് സ്മിത ലുക്കിൽ എനിക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, കറങ്ങലോട് കറങ്ങല്, കറങ്ങലോട് കറങ്ങല്. കറക്കം നിർത്തി ആ പാവാടന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവ. ഇതേതാ സ്ഥലം? പിന്നെ ഞാനൊന്ന് റിയാലിറ്റി കത്തിന്റെ തലച്ചോറിന്ന് പ്രോസസ് ചെയ്യാൻ കുറച്ച് നേരം പിടിച്ചു മോനെ. പിന്നെ കുറച്ചു നേരം മിന്നും തീപ്പൊരി പാർന്ന തീജ്വല് ഫയർ ഡാൻസ് പ്രകടനങ്ങൾ അതായിരുന്നു. ഞാൻ പിന്നെ മാന്യ മര്യാദക്ക് താഴത്ത് നിലത്തിന്ന് ചോറ് നപ്പണ്ട് സ്റ്റേജില്. ശിവ ശിവ, മോമെന്തായി കാണുന്നേ? ആളുകൾ എന്നെ പറ്റി എന്താ വിചാരിക്കാ? ഹറാം. ഞാൻ ശ്രദ്ധിച്ചാവുന്നില്ല. ഈ പെണ്ണപ്പളായി ഹീൽസുമെന്ന് പോകാന്ന് ഞാൻ നോക്കിയിരിക്കും. ഓളങ്ങാനും മൂടിനെങ്കിൽ ഞാൻ സ്റ്റേജ് കയറി കയ്യൊട്ടീന്. പിന്നെ ഡാൻസ് പരിപാടി കഴിഞ്ഞ് ബെല്ലി ഡാൻസിന്റെ ടീം ഇറങ്ങി പോയപ്പോൾ നിങ്ങൾ ഓരോ ബെല്ലി ഡാൻസ് കാണാൻ എന്റെ ബെല്ലി ഡാൻസ് കണ്ടാൽ മതി. അത് വീഡിയോ എടുത്തോളി മനസ്സിലാറിന് കണ്ടല്ലോ. സ്നേഹസമ്പന്നമായ ഭാര്യയും ഭർത്താവിനെ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. തൊട്ടപ്പുറത്തുള്ള ഈ ചങ്ങനെ നോക്കി ഒരു മിസ്റ്റർ ബീൻ കട്ടില്ല. നിങ്ങൾക്ക് തോന്നി? എനിക്ക് നല്ലോണം തോന്നി.